ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇതാ നേരത്തെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് മീൻ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇത് രാവിലെ ഒരു 6 മണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ പീക്കിരിക്കുട്ടനും ബബിളുകുട്ടനും ചമ്പിക്കുട്ടിയൊക്കെ കാറ്റ് ഫുഡ് കഴിക്കുക അങ്ങനെ തയ്യാറായിട്ട് നഖമൊക്കെ ഇങ്ങനെ മൂർച്ച കൂട്ടുന്നു കാണാം കേട്ടോ. പീക്കിരിക്കുട്ടൻ സന്തോഷം കാരണം നമ്മൾ രാവിലെ വാതിൽ തുറന്നു വരുമ്പോൾ പീക്കിരിക്കുട്ടനും ബബിളുകുട്ടനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവർ എവിടെ കിടക്കുക വെച്ചാൽ മുകളിൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് അവിടെ 2-3 റൂമൊക്കെ ഉണ്ട്, അവരവിടെ കിടക്കും. അപ്പം ഞാൻ വാതിലിങ്ങനെ ഫുള്ളായിട്ട് അടയ്ക്കുന്നു കേട്ടോ. അപ്പൊ അവര് തോന്നുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരും, ഉറങ്ങണം നേരത്തെ പോയിട്ട് കിടന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വണ്ടികളുടെ അടിയിൽ കിടക്കും, സിറ്റ് ഔട്ടിൽ കിടക്കും. അപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നായ്ക്കളൊന്നും കയറി വരില്ല, അത് കാരണം കൊണ്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ബൊമ്മിക്കുട്ടിയും ബീക്കരിക്കുട്ടനും ബബിളിക്കുട്ടനും ചമ്പിക്കുട്ടിയൊക്കെ കൂടി ഇരുന്നിട്ട് ഇവിടെ കാറ്റ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്യൂർ പെറ്റിന്റെ കാറ്റ് ഫുഡാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിതാ അവിടെ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പീക്കിരിക്കുട്ട ഇരുന്നിട്ട് ഞാനിങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പീക്കിരിക്കുട്ട എനിക്ക് പോസ് തന്നത് ബബിളിക്കുട്ടിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഓടാ അവിടെ മാറിയിരിക്കട്ടെ, അതിന് ഞാൻ ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഇതാ ബബിളിക്കുട്ട എന്നെ വീഡിയോ എടുക്കൂ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഫാൻസിനോടൊക്കെ എൻ്റെ അന്വേഷണം പറയൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നിനക്കൊന്നും ഒരു ഫാൻസും ഇല്ലടെ ചെക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പീക്കിരിക്കുട്ടനും ചമ്പിക്കുട്ടിയൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പിന്നിലൊക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഓരോന്നും ഇവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, അത് കാരണം എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ ചമ്പിക്കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്പിക്കുട്ടിയൊക്കെ സുഖമായിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ കേൾക്കാതിരിക്കുക. അവൾ നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്, അവളുടെ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാലും കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് തിളപ്പിച്ച് ചൂടാറിച്ചതിന് ശേഷം നമ്മുടെ ബൊമ്മിക്കുട്ടിയും കുറിഞ്ഞിത് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് ബബിളിക്കുട്ടനും പീക്കിരിയും നമ്മുടെ ചമ്പിക്കുട്ടി ഇരുന്നിട്ട് പാല് കുടിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുള്ളൂ കേട്ടോ, അവർക്കത് രാവിലെ നിർബന്ധമാണ്. അപ്പം നമ്മളത് കാരണം കൊണ്ട് കൊടുക്കും. പിന്നെ അവർക്ക് വിരയുടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് കാരണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഭവേട്ടൻ ശബരിമലയ്ക്ക് ഓട്ടം പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, അങ്ങനെ ചായ വെക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബൊമ്മിക്കുട്ടി അപ്പോൾ കുറച്ച് കാറ്റ് ഫുഡ് ആട്ടോ. ബൊമ്മിക്കുട്ടി ഞാൻ പറയാറില്ലേ, ബൊമ്മിക്കുട്ടി വെറുതെ പേരിന് വേണ്ടിയിട്ട് മാത്രം കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ബൊമ്മിക്കുട്ടിക്ക് ഇപ്പോൾ സ്നാക്സ് വേണം. അപ്പോൾ ഈ മുറുക്കുണ്ടല്ലോ, അരിമുറുക്ക്, അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കുണ്ട്, നല്ല സോഫ്റ്റ് വേണം കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുറുക്ക് ഇവിടെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികൾ പറയും അച്ഛൻ പലഹാരം കൊണ്ടുവന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല, പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ടാണ് ഭവേട്ടം വാങ്ങിയിട്ട് വരിക. അപ്പോൾ ഇതാ ബൊമ്മിക്കുട്ടി അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഇതേപോലെ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിലത്തെ പൂച്ചക്കുട്ടികൾ മിച്ചർ കഴിക്കും, കുഴലപ്പം കഴിക്കും, മുറുക്ക് കഴിക്കുന്നൊക്കെ. നമ്മുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടികൾ അതേപോലെ കഴിക്കും കേട്ടോ. കുഴലപ്പം മിച്ചർ കഴിക്കില്ല, കുഴലപ്പൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിക്ക് കൊടുത്തു ഒരു മുറുക്ക്, അതേപോലെ നമ്മുടെ ചമ്പിക്കുട്ടിക്കും കൊടുത്തു. കണ്ടോ ചമ്പിക്കുട്ടി കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പോകണുണ്ടോ. അപ്പം നമ്മുടെ ഈ 2 പൊട്ടന്മാർ നോക്കുകയാണ്, കാരണം അവർക്ക് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ അവർ നമ്മുടെ പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പട്ടിക്കുട്ടിന് നമ്മൾ ബ്രെഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാബുവേട്ടൻ പോയി കേട്ടോ. ബാബുവേട്ടൻ പോയ കാരണം കൊണ്ടാണ് ഞാനാണ് ഇപ്പം ഇന്ന് ബ്രെഡ് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ രാവിലെ ബാബുവേട്ടൻ കൊടുക്കും കേട്ടോ. അപ്പോൾ വേറെ 2 നായ്ക്കൾ അവിടെ കിടന്ന് വട്ടം കിറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ വളർത്തുന്ന നായ്ക്കളാണ് കേട്ടോ. അവരൊക്കെ നല്ല ഗുണ്ടപ്പന്മാരായിട്ട്, പക്ഷെ നമ്മളിങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്താലേ ഈ പട്ടിക്കുട്ടനെ മിരട്ടിയിട്ട് അവരതെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവരവിടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിന്നതാണ് കേട്ടോ. ഈ പട്ടിക്കുട്ടനെ മറ്റേ നായ്ക്കൾ വന്നിട്ട് അടിക്കണോ ഉപദ്രവിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഇതിന് ഭയങ്കര പേടിയാണ്. പിന്നെ ഇതിന് കുറച്ചൊരു പാവത്താനാണ് കേട്ടോ, തീരെ കഴിവില്ല, തീരെ സാമർത്ഥ്യമൊന്നുമില്ല. നമ്മളൊരു ഫുഡൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്പുറത്ത് കൂടെ വാ അപ്പുറത്ത് കൂടെ വാ ഒന്നും പറഞ്ഞാൽ അതിനെ അറിയില്ല. അതിനെവിടെ ഫുഡ് നേരെ ഡയറക്റ്റ് കണ്ടാൽ മാത്രം അത് മനസ്സിലാവണം കേട്ടോ. അങ്ങനെ ഒത്തിരി ഒരു കഴിവ് കുറഞ്ഞ ഒരു പട്ടിക്കുട്ടനാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഫുഡൊക്കെ. അപ്പം അതാ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തു, അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചില്ലേ വയലിൽ കടിച്ചു പിടിച്ചിട്ട് കൊണ്ടുപോയി കേട്ടോ. അത് എനിക്കിനിപ്പോൾ അത് പ്രസവിച്ചിട്ടുണ്ട് കുട്ടികളുണ്ടോയെന്നൊന്നും
എന്താണെന്ന് അറിയില്ല. ഞാനിതുവരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടിട്ട് പാല് കൊടുക്കണ പോലെയൊക്കെ ഉണ്ട്. അപ്പം അത് എന്താണെന്ന് അറിയില്ല സംഭവം. ഞാൻ ബ്രെഡ് ഇട്ട് കൊടുത്തപ്പോൾ 2 ബ്രെഡ് കഴിച്ചു. 2 ബ്രെഡ് ഒക്കെ കൂടി ഇതാ വായിൽ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പം അറിയില്ല കേട്ടോ, എന്താ പ്രസവിച്ച് കിടക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഒരു പൊട്ടും കൂടി ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്താണ്. അപ്പം വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പം ആകെ ഒരു അന്താളിപ്പായി. അതിനത്തിരി ഒരു അന്താളിപ്പുള്ളൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. പാവം അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഒരു സാധാ ഒരു ഡോഗല്ല, ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഗുളിക കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോമാക്കിൻ്റെ ഗുളിക 4 മാസം മുമ്പ് കൊടുത്തതാണ്. അപ്പം നല്ല ഹെയർ ഒക്കെ വന്നിട്ട് ഇരുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ കൊടുത്തിട്ടില്ലേ, പിന്നീട് ഞാൻ ഇപ്പോൾ ഒരു ഗുളികയാണ് കേട്ടോ കൊടുത്തത്. അപ്പം നമ്മൾ വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊരു 10 ദിവസം കൂടുമ്പോൾ ഓരോ ഗുളിക കൊടുത്താൽ മതി, അത് കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് വന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പട്ടിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വെറ്റിനറി ഡോക്ടറെ ഒന്ന് കൊണ്ടേ കാണിക്കാൻ പോകുന്നുണ്ട് എന്തായാലും. അപ്പം നമ്മൾ ഈ കാറൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടികളെയും കൊണ്ട് ഒരാളിങ്ങനെ പൂച്ചക്കുട്ടികളെ പിടിക്കാൻ നടക്കണം. അപ്പം നമ്മുടെ ബൊമ്മിക്കുട്ടിക്ക് രാവിലെ തന്നെ ഒരു ചെറിയൊരു കുസൃതി കൂടുതൽ. ട്രാൻസ്ഫോമറിൻ്റെ അതിയനൊക്കെ ഒരു ചുറ്റിക്കളി കേട്ടോ. സത്യം പറഞ്ഞാൽ വെയിലായി കഴിഞ്ഞാൽ ബൊമ്മിക്കുട്ടി പിന്നെ ട്രാൻസ്ഫോമർ കയറില്ല. കാരണം എന്താ പറയുക, പിന്നെ കമ്പിയൊക്കെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. രാവിലെയും വൈകുന്നേരം ബൊമ്മിക്കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം അത് കാരണം കൊണ്ട് പേടി തോന്നിയിട്ട് ഒന്ന് മനസ്സമാധാനത്തോടെ ചായ കുടിക്കാനെങ്കിലും പറ്റണ്ടേ എന്ന് വിചാരിച്ചിട്ട് ബൊമ്മിക്കുട്ടീനെ പിടിച്ച് കൂട്ടിലിട്ടു കേട്ടോ. ഇനി സമാധാനത്തോടെ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ കേട്ടോ. രാവിലെ ഇവരുടെ പിന്നാലെയുള്ള ഓട്ടം പാച്ചിലാണ്, ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തോണ്ട്. അപ്പം ഇതാ നല്ല സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരണം. അടുക്കളയ്ക്കോടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വന്നിട്ട് മുഖത്തൊക്കെ തട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ഭാഗത്ത് ഇരുന്ന് ഒന്ന് മനസ്സമാധാനത്തോടെ ഒരു ഇത്തിരി ചായ കുടിക്കട്ടെ. ഇനി നമുക്ക് വേറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വീടിൻ്റെ പിന്നിലൊരു തൊടിയുണ്ട് കേട്ടോ. ആ തൊടിയിലൊരു പട്ടി വന്ന് നിൽക്കട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ പട്ടിക്കുട്ടുണ്ടല്ലോ അതിൻ്റെ അമ്മയാണ് തോന്നണം കേട്ടോ. അത് ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വന്ന് ഇങ്ങനെ തിരയും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെ വടിക്കോർത്ത് പോയിട്ട് അവരുടെയൊക്കെ എച്ചിൽ തിന്ന് ജീവിക്കുന്ന പട്ടികളാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ തിന്നിട്ട് ജീവിക്കണമെന്നൊക്കെയുള്ളൂ. അപ്പോൾ അതിങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ തിരയണതൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ആ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് അപ്പം തന്നെ പോകട്ടോ. പിന്നെ അതേപോലെ പിറ്റേ ദിവസം ആ നേരത്ത് വന്നിട്ട് അവിടെ നിൽക്കും കേട്ടോ. അപ്പം അതേപോലെ ബ്രെഡോ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും, അത് കഴിക്കും പോകട്ടോ. അപ്പം നമ്മുടെ പീക്കിരിക്കുട്ടനും ബോയ്ക്കുട്ടനും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര പേടിയാണ് കേട്ടോ പൂച്ചക്കുട്ടികളെ, പറഞ്ഞിട്ട് കാര്യമില്ല. പാവങ്ങൾ നമ്മുടെ ഒരു പൂച്ചക്കുട്ടീനൊക്കെ ഇതിനെ പറഞ്ഞ വേട്ടപ്പട്ടികളൊക്കെ കടിച്ചു കൊന്നതാണ് കേട്ടോ. പക്ഷെ ഇവറ്റങ്ങളൊക്കെ പാവങ്ങളാണ്. നമുക്ക് അങ്ങനെയുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം കേട്ടോ, സാധുക്കളെ കണ്ടാലും അറിയാം. അപ്പോൾ ഇവർക്ക് പക്ഷെ എങ്ങനെയായാലും നായ്ക്കളെ പൂച്ചക്കുട്ടികൾക്ക് പേടിയല്ലേ, പാവം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടോ നമ്മുടെ പീക്കിരിക്കുട്ടനൊക്കെ പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അതൊരു പാവാണ്. അത് കഴിച്ചിട്ട് അത് അതിൻ്റെ പാട് നോക്കി പോയി കേട്ടോ. പിന്നെ ഇനി നാളെ ഈ നേരത്തെ വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കുറിഞ്ഞുണ്ട് ഒരു പ്രത്യേക പൊസിഷനിലിരിക്കുന്നു. എന്താ കാര്യം എന്നറിയോ, അപ്പുറത്തെ ചമ്പിക്കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചമ്പിക്കുട്ടിയും കുറിഞ്ഞും കീരിയും പാമ്പ അമ്മി മകളാണ് സംഭവം. കുറിഞ്ഞിയുടെ മകളാണ് കേട്ടോ ചമ്പിക്കുട്ടി, ബൊമ്മി, അതേപോലെ ബബിളിക്കുട്ടനൊക്കെ. പീക്കിരിക്കുട്ടി മാത്രമാണ് നമ്മുടെ ചമ്പിക്കുട്ടിയുടെ ഉണ്ണിട്ടോ ഇരിക്കുന്നതൊക്കെ കുറിഞ്ഞി. അപ്പം നല്ല രസം തോന്നിയിട്ടോ. ഞാനപ്പം ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ അറിയാട്ടോ. വീഡിയോ എടുക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പോസ്റ്റിലൊക്കെ ഇരിക്കും, ഭയങ്കര പത്രാസാട്ടോ ഈ പൂച്ചകൾക്ക്. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിതാ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അയിലയാണ് വാങ്ങിയത് കേട്ടോ. മത്തിക്ക് 100 രൂപയായിരുന്നു, അയില കിലോ 120 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് കഴുകുക എടുത്തപ്പോഴേക്കും തുടങ്ങിയില്ലേ ഇവിടെ ബഹളത്തോട് ബഹളം. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കിട്ടോ. എന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തലയൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. പട്ടിക്കുട്ടനും കൊടുത്തു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് വയ്ക്കുകയാണ്. അപ്പം ഇനി ഒരു 3-4 ദിവസമൊക്കെ ഇത് മതി അവർക്ക് ചോറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം നോണൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പറ്റണിയില്ല കേട്ടോ. അവർക്ക് 2 നേരം മീൻ കൂട്ടിയിട്ട് തന്നെ ചോറ് വേണം, ഇല്ലാതെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെക്കണം കേട്ടോ ചോറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ മീനിൻ്റെ തലയൊക്കെ തിന്നാൻ കൊണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പട്ടിക്കുട്ടൻ വന്നിട്ട് അവിടെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ അതിന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയില വേവിച്ച ഗ്രേവിയും അതിനൊരു കഷ്ണം ഒരു അയിലയുടെ പകുതി എടുത്തിട്ട് നമ്മൾ നമ്മുടെ പട്ടിക്കുട്ടന് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരാക്കുന്ന സമയത്ത് 2 തലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ പൂച്ചക്കുട്ടികൾ ഉറങ്ങല്ലേ, അപ്പോൾ ചിലപ്പോൾ മുറ്റത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എണീറ്റ് വന്നിട്ട് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അവരുടെ വിചാരം, പൂച്ചക്കുട്ടന്മാരുടെ വിചാരം എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും ചോറ് എടുക്കണത് മീൻ എടുക്കണത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ, ഞാൻ വേറെ ആർക്കും കൊടുക്കണത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ വിചാരം അവർക്ക് മാത്രമാണ് എല്ലാം എന്നാണ് കേട്ടോ. ഞാൻ അവർക്കെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്, അവരെൻ്റെ ഉണ്ണിയോളല്ലേ.
അപ്പം നമ്മൾ പട്ടിക്കുട്ടിന് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും അവർക്കും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ ഉറങ്ങുന്ന സമയത്ത് നിന്ന് അവർ ഉണർത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നമ്മുടെ പട്ടിക്കുട്ടിന് ഇങ്ങനെ പുറത്ത് കൊടുന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പട്ടിക്കുട്ടൻ നല്ല സ്വാദിൽ ഊണ് കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിന് ഏറ്റവും ഇഷ്ടം അങ്ങനെ മീൻ കൂട്ടിയിട്ട് ചോറുണ്ണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മീനില്ല എന്നുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തൈര് ഒഴിച്ചിട്ട് ഒരു പപ്പടം അങ്ങോട്ട് കാച്ചും, അല്ലെങ്കിൽ ചുടും. അതൊക്കെ ഇഷ്ടമാണ്. ചുട്ട പപ്പടം ഇഷ്ടമാണ്, കാച്ചി പപ്പടം ഇഷ്ടമാണ്. അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ കൂട്ടിയിട്ടോ അങ്ങനെയൊക്കെ ഇനി ഇന്നിട്ടോ കൊടുക്കുക. അതിന് അല്ലാതെ പച്ചക്കറി നമ്മൾ കൂട്ടാനൊന്നും ഒഴിച്ചിട്ട് സാമ്പാറോ ഒന്നും ഒഴിച്ചു കൊടുത്താൽ അത് ചോറുണ്ണില്ല കേട്ടോ. അതിനിങ്ങനെ കുറച്ചുണ്ടിട്ട് അതിങ്ങനെ മാറി നിൽക്കുന്നതാണ്. അപ്പം നമുക്കറിയാം അതിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാം. അപ്പം ഇതാ ചോറൊക്കെ ഉണ്ണുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോന്നിട്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ പടി തന്നെയാണ് കേട്ടോ അത്. അപ്പം ഞാനിങ്ങനെ മതിലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സീനോളൊക്കെ ഇങ്ങനെ എടുക്കണത്. അപ്പോൾ അതാ നമ്മുടെ പട്ടിക്കുട്ടൻ ഫുഡൊക്കെ മൊത്തം തുടച്ച് നോക്കി കഴിച്ചു കേട്ടോ. അതിൽ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പം ഇനി നാളെ വരുള്ളൂ കേട്ടോ. ഇനി നാളെ രാവിലെ വരും. അതേപോലെ ബ്രെഡ് കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണും, എന്നിട്ട് പോവും. അങ്ങനെയാണ് 2 നേരമാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അല്ലാതെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇവിടെ കിടക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോവും. അപ്പം എന്നെ നോക്കി നിൽക്കുക കേട്ടോ. നാളെ വായോ. ഈ പട്ടിക്കുട്ടനില്ലേ, ഞാൻ പൂച്ചക്കുട്ടികളോട് കൊഞ്ചി സംസാരിക്കുന്ന കേട്ടിട്ടാ തോന്നുന്നുണ്ട്. അതിനോട് ഞാൻ വർത്താനം പറയുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാവല്ലേ, നാളെ വായോ. ഒക്കെ ചെറിയ ജീവിതം. മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും ഒക്കെ ജീവിതം എന്ന് പറയുന്നത് നാളെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് പോകാൻ കുറച്ച് സ്നേഹം, അതല്ലേ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ. അങ്ങനെ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ പട്ടിക്കുട്ടനെയും പൂച്ചക്കുട്ടികളെയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എന്നെ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണം.